ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അംബ്രല്ല കുർത്തിയുടെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. യോക്ക് കട്ട് ചെയ്യാനായിട്ട് തുണി 4 മടക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് 44 ഇഞ്ചാണ്. അതിൽ നമുക്ക് 14 ഇഞ്ച് യോക്ക്. അപ്പോൾ 14 ഇഞ്ച് യോക്കാണെങ്കിലും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 15 ഇഞ്ച് യോക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ടോട്ടൽ കുർത്തിയുടെ ലെങ്ത്ത് 44. അപ്പോൾ 14 യോക്ക് പോകുമ്പോൾ സ്കേർട്ട് പോർഷൻ നമുക്ക് 30 വരും. യോക്ക് പോർഷൻ നമുക്ക് 14 + 1 ഇഞ്ച് തയ്യൽ തുമ്പം. ഒക്കെ അതേ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ഞാൻ കൊടുക്കുന്നതിൽ 7, ആം ഹോൾ 7, ചെസ്റ്റ് 12, അതുപോലെ തന്നെ വേസ്റ്റ് ചെസ്റ്റ് 12, വേസ്റ്റ് 11. ഓക്കെ, എന്നിട്ട് നമുക്കത് ഇതുപോലെ കൈക്കുഴി ഒന്ന് വരച്ച് കൊടുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന തുണിയുടെ ആ ഒരു യോക്കിൻ്റെ എൻഡ് വശത്താണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റും ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ. ഓക്കെ, സിമ്പിൾ മെത്തേഡിലാണ് കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് യോക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നെക്കിൻ്റെ കട്ടിങ്ങൊക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക, ഇപ്പം ഉണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള പീസില്ലേ, ബാക്കിയുള്ള തുണി 2 നടുവേ ഒന്ന് മടക്കിയിട്ടുണ്ട്. 3 മീറ്റർ തുണിയാണ് മൊത്തം വേണ്ടത് നമുക്ക് കേട്ടോ. ഇനി അതെങ്ങനെയാണ് മടക്കുന്നത് കണ്ടോളൂ. ഇതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ യോക്ക് എടുത്ത ശേഷം നേരെ ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര യോക്ക് ലെങ്ത് വേണോ അതിനനുസരിച്ച് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടി കയറ്റി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി ഉള്ളിലോട്ടേക്ക് കയറ്റി മാർക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 14 ടോട്ടൽ 40 ഇഞ്ച് 44 ഇഞ്ച് കുർത്തിയിൽ 14 ഇഞ്ച് യോക്ക് പോകുമ്പോൾ ബാക്കി 30 ഇഞ്ചാണ് വരിക. അപ്പോൾ തയ്യൽ തുമ്പ് ഇതിനും ചേർക്കണം. അപ്പോൾ 31 ഇഞ്ച് എടുക്കണ്ട. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് ഈ ഓരോരോ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് 31 വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഓരോരോ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് 31 മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കത് യോജിപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ക്ലാസ്സിൽ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ സിമ്പിളായിട്ട് വെറും 4 മിനിറ്റിൽ. ഞാനിതിൽ സ്ലീവ് കട്ടിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ സ്ലീവ് കട്ടിങ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, വീഡിയോ ലാഗായി പോകും, പിന്നെ കാണുന്നവർക്കൊരു ബോറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയില്ല. ഓക്കെ, സ്ലീവ് കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതേ അടുത്തതിൽ സ്റ്റിച്ചിങ് പാർട്ട് കാണാം. താല്പര്യമുള്ളൊരു കമൻറ്റ് ചെയ്യും കേട്ടോ.